എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. സ്വിമ്മിംഗ് പൂളിന്റെ അടക്കം നവീകരണം. സ്വിമ്മിംഗ് പൂളിന്റെ എന്ത് നവീകരണം? ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ ഇല്ല. ക്ലിഫ് ഹൗസിലെ സ്വിമ്മിംഗ് പൂൾ ഇല്ല. അതാ പറയുന്നത്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. ഏത് ഇപ്പോഴും വിചാരിച്ചു വെച്ചിട്ട് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ. നവീകരിച്ച സംഭവത്തിന് എന്താ പറയാ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ നമ്മളത് അറിയില്ല. കരുണാകരൻ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഭാവം നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ക്ലിഫ് ഹൗസിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നാണ്. അങ്ങനെ ഇല്ല. അതാണ് ഈ പ്രചരണത്തിന്റെ ശക്തി. പൊട്ടനാണോ? നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കും? ഇതാണ് ഈ നവീകരിക്കുന്നത്. 4.5 ലക്ഷം ചെലവാക്കിയ എന്തിനാണ് ഇവർ? ശിവനല്ല ഇവന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കും. എനിക്ക് അപ്പൂപ്പ ഇല്ല. പറഞ്ഞല്ലോ ഈ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തെ പറ്റിയൊക്കെ. അപ്പൊ അതിന്റെ ഒരു RTI വിവരാവകാശ രേഖ എന്റെ കയ്യിലുണ്ട്. ഞാൻ ഉത്തരവ് വായിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളത്തിന്റെ ഒന്നാം ഘട്ട വാർഷിക പരിപാലനത്തിന് 2,28,330 രൂപ, രണ്ടാം ഘട്ട വാർഷിക പരിപാലനത്തിന് 2,51,163, മൂന്നാം ഘട്ട വാർഷിക പരിപാലനത്തിന് 3,84,356, നാലാം ഘട്ട നവീകരണത്തിന് ഈ വർഷം 2023 3,84,000 വാർഷിക പരിപാലനം. ഒന്നാം ഘട്ട പരിപാലന പ്രവൃത്തികൾക്കായി എന്ന് പറഞ്ഞ് കൃത്യമായ ഉത്തരവിന്റെ പകർപ്പടക്കം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. കൃത്യമായ ഉത്തരവിന്റെ പകർപ്പടക്കം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. നന്നായി. ഇതുപോലൊരു മണ്ടത്തരം ഇനി ലോകത്തൊരുത്തനും പറ്റാനില്ല. ഈ പറയുന്ന ക്ലിഫ് ഹൗസിൽ ഞാൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോഴും കരുണാകരൻ മുഖ്യമന്ത്രി ആയപ്പോഴും ഒക്കെ പോയിരുന്നു. ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതില്ല എന്ന് പറഞ്ഞത്. ഞാൻ അവിടെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതില്ല എന്ന് പറഞ്ഞത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. മുകേഷ് കുമാർ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് കൊണ്ടുവരും. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരും.